നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ 4 കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു. അതായത് ഫെബ്രുവരി 6 അവസാനിച്ചിരുന്നു. ഒരു ഒറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ 4 കോഴ്സുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുമായിരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലുമൊക്കെ എഞ്ചിനീയറിംഗിൻ്റെ പ്രവേശനം. അതിനായി ഏപ്രിൽ 17 മുതൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുകയും +2 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ബിഫാം കോളേജുകളിലുള്ള പ്രവേശനത്തിനും കേരളത്തിൻ്റേതായിട്ടുള്ള പരീക്ഷ ഏപ്രിൽ 17 ശേഷം ഓൺലൈനായിട്ട് നടക്കും. അതോടൊപ്പം തന്നെ നീറ്റ് 2026 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBS, BDS അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കുമൊക്കെയുള്ള പ്രവേശനത്തിന് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്കുള്ള പ്രവേശനവും കീം 2026 തന്നെയാണ്. കേരളത്തിലെ BArc പ്രവേശനത്തിനും നെറ്റയുടെ പരീക്ഷ എഴുതി +2 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് BArcൻ്റെ റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെയാണ് ഈ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് 4 കോഴ്സുകളിൽ അവരവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നത്. പക്ഷേ ചില കുട്ടികളെങ്കിലും അവർക്ക് ആഗ്രഹിച്ച ചില കോഴ്സുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം വെച്ചു, മെഡിക്കലെന്ന് വെച്ചിട്ടില്ല. നീറ്റ് എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ മെഡിക്കലെന്ന് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ മെഡിക്കലിന് മാത്രമേ വെച്ചുള്ളൂ. ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചിത ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ തന്നെ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിശദമായ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അപേക്ഷയിൽ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കലിൻ്റെ മുഴുവൻ പ്രോഗ്രാമുകൾക്കും മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നുള്ള പ്രോഗ്രാം മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ ഇങ്ങനെ 4 കോഴ്സുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് അവരവരുടെ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കീം 2026 മുഖേന എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒരു കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞവർക്ക്, ഓൾറെഡി നമ്മുടെ ഫീസൊക്കെ അടച്ച് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്തവർക്ക് ആ അപേക്ഷയുടെ കൂടെ ഈ എഞ്ചിനീയറിംഗും, ഫാർമസിയും, ആർക്കിടെക്ചറും, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവയിൽ ഏതെങ്കിലും കോഴ്സുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ആയിരുന്നിരിക്കാം, ചിലപ്പോൾ നീറ്റ് എക്സാം എഴുതുന്നുണ്ട്, മെഡിക്കൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ അപേക്ഷയിൽ തന്നെ ചേർക്കുവാനും അതിൻ്റെ അപേക്ഷ ഫീസ് അടയ്ക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കേരളയുടെ വെബ്സൈറ്റിൽ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിരിക്കുന്നത്. ഇതിനുള്ള സാവകാശം 2026 ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. അതായത് ഈ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള അവനവൻ്റെ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ ആഡ് ചെയ്യാനും അതിന് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസരം ഫെബ്രുവരി 12 വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് കോഴ്സിൻ്റെ അഡീഷൻ എന്നുള്ള ആ ലിങ്ക് വഴിയാണ് ഏത് കോഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന നമ്മുടെ 2026 ലോഗിൻ പേജിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രവേശിക്കുകയും നിങ്ങൾക്ക് ആവശ്യാനുസരണം കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി നമുക്കറിയാം, ഏപ്രിൽ ആദ്യത്തെ ആഴ്ച നമുക്ക് നമ്മുടെ പേരിനോ ഡേറ്റ് ഓഫ് ബർത്തിനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇമേജുകൾക്ക്, ഫോട്ടോയ്ക്കോ സിഗ്നേച്ചറിനോ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് എൻട്രൻസ് കമ്മീഷൻ നമ്മളെ അറിയിക്കുകയും നമുക്കത് ഇമെയിൽ വഴിയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതുമല്ലെങ്കിൽ പ്രൊഫൈലിൽ നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നമുക്ക് അപാകതയുള്ളവർക്ക് അതിൻ്റെ മെസ്സേജ് വരികയും ഒക്കെ ചെയ്യും. ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ 17 ഉള്ള അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 12, 13 തീയതികളിലൂടെയൊക്കെ തന്നെ കേരള എഞ്ചിനീയറിംഗിൻ്റെയും കേരള ബിഫാമിൻ്റെയും അഡ്മിറ്റ് കാർഡുകളൊക്കെ വെബ്സൈറ്റിൽ വരികയും അതിൻ്റെ ദിവസത്തിനനുസരിച്ച് ഏപ്രിൽ 17 മുതൽ ഒരാഴ്ചക്കാലം ഓൺലൈനായിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സാമുണ്ട്, ബിഫാം എക്സാമുണ്ട്. അഡ്മിറ്റ് കാർഡിലൂടെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങളുടെ എക്സാം, ഏത് സമയമാണെന്നൊക്കെ ഉള്ളതറിയാം, ഏത് ഓൺലൈൻ സെൻറ്ററിൽ വെച്ചാണ് എക്സാം എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ പെർസെൻറ്റേജ് സ്കോർ വരികയും അതിനുശേഷം എഞ്ചിനീയറിംഗിൻ്റെ +2 മാർക്ക് ആഡ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത നിരവധി സർട്ടിഫിക്കറ്റുകളുണ്ട്, കാറ്റഗറി സർട്ടിഫിക്കറ്റുകളൊക്കെ, അത്
വെരിഫിക്കേഷനും ഒക്കെയുള്ള അവസരം മെയ് മാസത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കോഴ്സ് അഡീഷനുള്ള അവസരം വന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരോടും അറിയിക്കുക. ബാക്കിയുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.